ഹായ്, ഗംഗാധരൻ സാർ? വീട്ടിലില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗംഗാധരൻ സാർ അല്ലല്ലേ? അല്ല. ഗംഗാധരൻ സാറാണല്ലോ എനിക്ക് ഫോൺ ചെയ്തിട്ട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത്. ഓ, വരാൻ പറഞ്ഞിരുന്നോ? സൂം മീറ്റിംഗിലാണ്, സമയമെടുക്കും. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി, വരൂ. ചേട്ടൻ്റെ അടുത്ത് എന്താണ് ജോലി? ഓ, നിങ്ങൾ അദ്ദേഹത്തിന്റെ അനിയനാണോ? ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാ. അതൊക്കെ ശരി, നിങ്ങൾ എന്ത് ചെയ്യാ? ഇന്റർവ്യൂ ചേട്ടനോടാണെന്ന് പറഞ്ഞു. അനിയന്റെ അടുത്ത് നിന്ന് തുടങ്ങിയ ജോലി പെട്ടെന്ന് കഴിയുമല്ലോ. നിങ്ങൾ എന്താ താടിയൊക്കെ വളർത്തിക്കുന്നേ? ലവ് ഫെയിലിയർ ആണോ? അങ്ങനെയും പറയാം. ഓ, ബൈ ദ വേ, ഐ എം സംയുക്ത. ഓ, വേണ്ട വേണ്ട, ഓൾറെഡി ലവ് ഫെയിലിയർ ആണെന്ന് പറഞ്ഞില്ലേ. ഞാൻ കാണാൻ ഇച്ചിരി കൊള്ളാലോ. എന്റെ പേര് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ രണ്ടുപേരും ലവിൽ വീണു. അതിനുശേഷം താടി എടുത്തിട്ട് അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെടാതെ, വീണ്ടും നിങ്ങൾ താടി വളർത്തുന്നത് ഇതൊക്കെ ആവശ്യമാണോ? പക്ഷെ നിങ്ങളെ കണ്ടിട്ട് ലവ് ഫെയിലിയർ ആയതുപോലെയൊന്നും തോന്നുന്നില്ല. ഒരു മാസം ഭക്ഷണവും ഉറക്കവും എല്ലാം ത്യജിച്ചിട്ട് ആർക്കു വേണ്ടിയോ വെയിറ്റ് ചെയ്യുന്ന പോലെയാ തോന്നുന്നേ. ഒരു സ്ത്രീ ഇത്രയും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ബലശാലിയായിരിക്കണം, അല്ലെങ്കിൽ ബുദ്ധിശാലിയായിരിക്കണം. ഇതിൽ നിങ്ങൾ അത് നിങ്ങളാ പറയേണ്ടത്. പറയാനൊന്നുമില്ല, കണ്ട തന്നെ മനസ്സിലാവുന്നുണ്ട്. താങ്ക്സ്. ഇപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുപോലെ ഉണ്ടല്ലോ. അതെ. ഞാൻ കൂളിംഗ് കഴിക്കാറില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. എങ്ങനെ പോയാലും നിങ്ങളുടെ ചേട്ടൻ ഫ്രീ ആവാൻ കുറച്ചുകൂടെ സമയം എടുക്കും തോന്നുന്നു. ആ സമയം കൊണ്ട് നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമോ? ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഇറ്റ്സ് എ ലൈവ് ഗെയിം. ആരാണോ കൂടുതൽ കള്ളം പറയുന്നത് അയാളാണ് വിന്നർ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഗെയിം തന്നെയാ. ഫസ്റ്റ് ഞാൻ പറയാം. ഓക്കേ. ഹായ്, ഐ എം കിരൺ റാത്തോഡ്. കിരൺ റാത്തോഡ്, IPS 2020 ബാച്ച്. ഇതുവരെ 52 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 13 പേരെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നത് തന്നെ സിറ്റിയെ പേടിപ്പിച്ച് വിറയ്ക്കുന്ന ആ സൈക്കോ കില്ലറെ പിടിക്കാനാ. 24 അവേഴ്സിനുള്ളിൽ ഞാൻ അവനെ പിടിച്ചിരിക്കും. ഗുഡ്. എങ്ങനെയുണ്ട്? സൂപ്പർ, നിങ്ങൾ കലക്കി. ഇനിയിപ്പോ നിങ്ങൾ പറയൂ. നീ പിടിക്കാൻ വേണ്ടി വന്ന സൈക്കോ കില്ലർ ഞാനാണ്. സൂപ്പർ. എന്നെക്കാളും നിങ്ങളാണല്ലോ കള്ളം പറയുന്നേ. അത് ശരി, ഞാൻ പറഞ്ഞ കള്ളത്തരം സത്യമായോ കുഴപ്പമില്ല. പക്ഷേ നീ പറഞ്ഞ കള്ള സത്യമാണെങ്കിൽ
ഹലോ ഹലോ ആരാ കൺട്രോൾ ഹലോ, ആരാ സംസാരിക്കുന്നത്? കൺട്രോൾ റൂം Yes. ഹലോ ആ. കൺട്രോൾ റൂം പറയൂ. പറഞ്ഞോളൂ. എന്താ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടില് സൈക്കോ ആ, ഉണ്ടെന്നോ ഓ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ പോലീസിനെ അയക്കാം. ടെൻഷൻ ആവണ്ട. സർ ഉം. ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? നമ്മൾ റോങ് റൂട്ടിൽ പോയി സൈക്കോയെ കൺഫ്യൂസ് ചെയ്യണം സർ. എങ്ങനെ? മനുഷ്യന്മാരുടെ ഐഡന്റിറ്റി ആധാർ കാർഡിലും വോട്ടർ ഐ ഡിയിലും ഉള്ളത്, പക്ഷെ സൈക്കോയുടെ ഐഡന്റിറ്റി മനുഷ്യന്മാരുടെ പേടിയിലായിരിക്കും ഉള്ളത്. സോ ഇൻവെസ്റ്റിഗേഷനിൽ സൈക്കോ റൈറ്റ് ഹാൻഡർ ആണെന്ന് പ്രൂവ് ആയിട്ടുണ്ട്. സൈക്കോ ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് അനൗൺസ് ചെയ്യാം നമുക്ക്. അത് കാരണം അവന്റെ ഐഡന്റിറ്റി വേറെ ആർക്കോ കിട്ടുന്നതെന്ന് ഐഡന്റിറ്റി ക്രൈസിസിലെ തെറ്റിദ്ധരിപ്പിച്ച് കൺഫ്യൂസ് ആക്കാം. ആ കൺഫ്യൂഷനിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും. ആ തെറ്റ് തന്നെ അവനെ നമ്മുടെ അടുത്തോട്ട് അടുപ്പിക്കും. ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് മുതൽ തേട്ടുന്നതിന് സൈക്കോ അവന്റെ ടാർഗറ്റിനെ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവനെ റീച്ച് ചെയ്യണം. എന്താണിത്? നിങ്ങളുടെ പ്ലാന് സൈക്കോ കൺഫ്യൂസ് ആവുമെന്ന് കരുതിയപ്പോ ജനങ്ങൾ നമ്മളെയാണല്ലോ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. ഒരുത്തൻ അവന്റെ വീടിനടുത്തുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉണ്ട്, അവനാണ് സൈക്കോ എന്ന് പറയുന്നു. വേറൊരുത്തിന് ഓപ്പോസിറ്റ് വീട്ടിലുള്ള ലെഫ്റ്റ് ഹാൻഡറിനെ സൈക്കോ എന്ന് പറയുന്നു. ഓരോരുത്തന്മാർ അവരവർ ഇഷ്ടത്തിന് ഫോൺ ചെയ്തോണ്ടിരിക്കുക. വേറൊരുത്തൻ പറയുന്നത് ഗാംഗിൽ ലെഫ്റ്റ് ഹാൻഡർ ആണ്, അയാളാണ് സൈക്കോ എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. സോറി സർ. ഇന്ന് തീയതി 13. ഇന്ന് സൈക്കോ കൊല്ലാൻ പോകുന്ന പെണ്ണെ നിനക്ക് രക്ഷിക്കാനായിട്ട് കഴിയുമോ? ആ പെണ്ണിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല സർ, പക്ഷെ സൈക്കോയെ ഉറപ്പായിട്ട് കണ്ടുപിടിക്കും. എങ്ങനെ? ഐ ഹാവ് പ്ലാൻ ബി സർ. എന്താ അത്? എക്സ്ക്യൂസ് മീ സർ. ഉം. ഹലോ. അതെ സർ, സൈക്കോയെ അറിയാമെന്ന് പറഞ്ഞിട്ട് കോൾ വന്നിരിക്കുന്നു. ഉം. അത് ചിലപ്പോ റോങ് കോൾ ആയിരിക്കില്ലേ? നോ സർ, എല്ലാരും ലെഫ്റ്റ് ഹാൻഡറിനെ ഇൻഫോം ചെയ്യുമ്പോ ഒരാൾ മാത്രം പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നോട്ട് സൈക്കോ ലെഫ്റ്റ് ഹാൻഡർ അല്ല റൈറ്റ് ഹാൻഡർ ആണെന്ന്. Is it? യെസ് സർ. Then go and catch him. ഓക്കെ